ഹായ് ഹലോ നമസ്കാരം. അപ്പം ഒരുപാട് നാളിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരികയാണ് ഗൈസ്. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ചേച്ചി, അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യമുണ്ടായ എൻ്റെ സ്വന്തം ചേച്ചിയുടെ സേവ് ദ ഡേറ്റ് ആണ് ഗൈസ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണമാണ്, അപ്പോൾ അതിൻ്റെ ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ വേണമല്ലോ, ഇപ്പോൾ അതാണല്ലോ ചടങ്ങ്. സോ ഞാനും ചേച്ചിയും കൂടി സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് നാളെയാണ് സേവ് ദ ഡേറ്റ്. ഇതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നമ്മൾ അച്ഛൻ്റെ ഒരു കസിൻ ഉണ്ട് വർക്കലയിൽ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ട്രെയിൻ വേണം പോകാൻ. വലിയ ദൂരമൊന്നുമില്ല, നമ്മൾ കൊല്ലത്താണല്ലോ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. ഒടുക്കത്തെ ചൂടാന്ന് വെച്ചാൽ ടൂ മച്ച് ചൂട്. എൻ്റെ പൊന്നോ, വിയർത്ത് കുളിച്ച് പണ്ടാരം അടങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. വൈകുന്നേരമായിരുന്നു ട്രെയിൻ. സോ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി. കാരണം 2-3 സ്റ്റോപ്പിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. സോ നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റി. നമ്മൾ ലേസൊക്കെ മേടിച്ചു, നമ്മൾ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് ഗായ്സ്. അതിനുശേഷം ട്രെയിൻ പോയി. അതായത് നമ്മളോട് ഇറങ്ങിയ ശേഷം ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിലൊരു കുടയുള്ളതുകൊണ്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോയിട്ടൊരു ജംഗ്ഷനിലേക്ക് ചെന്ന് അവിടെ നിന്നൊരു ഓട്ടോ എടുത്തു. നമ്മുടെ അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. സോ നമ്മൾ ജംഗ്ഷനിൽ ചെന്നപ്പോൾ അച്ഛൻ നമ്മളെ വന്ന് പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നു. കുറച്ച് നേരം അവിടെ പട്ടിഷോയൊക്കെ ഇട്ട് കുറച്ച് എന്താ പറയുക ഡിമാൻഡ് കിട്ടിങ്ങനെ ഇരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം എന്താ പറയുക ഭക്ഷണമൊക്കെ തക്കളി ഒച്ച ഉണ്ടാക്കല്ലേ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കിടന്നുറങ്ങി. രാവിലെ എണീക്കണമായിരുന്നു. സോ നമ്മൾ അതിരാവിലെ എണീറ്റ് കുളിച്ചു. അന്ന് വിഷുവാണ് കേട്ടോ. സോ ചേച്ചിയുടെ ഫസ്റ്റ് ലുക്ക് ഇതാണ്, ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ ഹാഫ് സാരിയൊക്കെയാണ്. അപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. സോ നമ്മളവിടെ പോയി ഒരു അമ്പലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു അഗ്രഹാരം ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളുടെ ആദ്യത്തെ ലൊക്കേഷൻ. സോ നമ്മൾ അതിന് മുമ്പായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടും പിന്നെ ക്യാമറാമാനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര കൃത്യനിഷ്ഠത ഉള്ളതുകൊണ്ട് അവർ വളരെ ലേറ്റായിട്ടാണ് വന്നത് ഗൈസ്. അതുവരെ നമ്മൾ തിരിഞ്ഞ് വായി നോക്കി അമ്പലവും പരിസരമൊക്കെ നോക്കി കളക്ഷനൊക്കെ എടുത്ത് അന്തസ്സായിട്ട് വായി നോക്കിയിരിക്കുകയായിരുന്നു. ഇത് വർക്കലയിലുള്ള അമ്പലമാണ് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് അവിടെ. സോ അതിനുശേഷം ഫൈനലി എല്ലാവരും വന്നു. നമ്മുടെ ഷൂട്ട് തുടങ്ങിയിട്ടാണ്. ഇതൊരു അഗ്രഹാരം സൈഡാണ്. അഗ്രഹാരത്തിൻ്റെ അടുത്ത് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടന്നു. അവരങ്ങോട്ട് നടക്കുന്നു, ക്യാമറാമാൻ പറയുമ്പോൾ ഇങ്ങോട്ട് നടക്കുന്നു, ചാടുന്നു, ഓടുന്നു. ഇതിൻ്റെ ഇടയിൽ അവർ കുറേ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ സൈഡിൽ കൂടി ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവരെ കളിയാക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു ഗൈസ്. നമുക്കൊരു പണിയൊന്നുമില്ലല്ലോ. പിന്നെ ആകെ ഒരു ചേച്ചി ഉള്ളതുകൊണ്ടും അതിൻ്റെ കല്യാണം ആയതുകൊണ്ടും നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ കുറേ കുളത്തിൽ കിടന്നും ഇരുന്നൊക്കെ എടുത്തു. ഞാൻ വായിക്കാൻ കൊണ്ടുവന്ന ബുക്കാണ് ഗൈസ് അത്. പിന്നെ സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് വർക്കല ക്ലിഫാണ് വരുന്നത്. ഒന്നും പറയണ്ട, നട്ടുച്ചയ്ക്ക് വെയിലത്തൊക്കെ പോയിട്ട് ഈ സേവ് ദ ഡേറ്റ് എടുക്കുന്നതിൽ സമ്മതിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ക്ലിഫിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ആംബിയൻസിൽ വേറൊരു മോഡേൺ ഡ്രസ്സിൽ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ചേച്ചി അതിന് വേണ്ടി എടുത്തൊരു തൊപ്പിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇതിട്ട് ഞാൻ കുറച്ച് പട്ടിഷോ കാണിച്ചു ഗൈസ്. സോ അവരുടെ സെക്കൻഡ് ഇതും കഴിഞ്ഞു. നല്ല രസമായിരുന്നു. എന്തായാലും ഒരു ഫുൾ ഡേ അങ്ങനെ നമ്മൾ ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിൽ അങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ രണ്ട് ഡ്രസ്സിൻ്റെയും കഴിഞ്ഞു. ആ ചേട്ടനെ പിന്നെ കൈ കാണിക്കുവേ. ഹായ് ചേട്ടാ. എന്നല്ല കേട്ടോ, പുള്ളിയുടെ ഫ്രണ്ട് ബാക്കിലുണ്ടായിരുന്നു. സോ നമ്മൾ ഫൈനലി നമ്മുടെ ചേട്ടൻ പിന്നെ ഫ്രണ്ടും കൂടി നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ അവർ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞാനൊക്കെ ആകെ ടയേർഡായി, പ്രാന്തായി, എങ്ങനെയും വീട്ടിൽ വന്നാൽ മതിയെന്നായി. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നു, പിന്നെ കുളിച്ചു, പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോയി ഗായ്സ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ടാറ്റാ.